Hello dear students, welcome back to Literary Criticism and Theory. Today we have a new critic, Matthew Arnold. He was born in 1822 and died in 1888. Arnold was born in Middlesex as the son of Thomas Arnold, the renowned headmaster of Rugby Chapel. He joined rugby as a teacher of classic after completing degree at Oxford. After his marriage in 1851, Arnold began working as an inspector of schools, which gave him an opportunity to travel throughout England, as well as an interest in education, which later stood in good stead for his literary endeavors. Empedocles on Ethna and poems established Arnold's reputation as a poet. He was made professor of poetry at Oxford from 1857 to 1867. It was during this time Arnold wrote his most of his essays of literary criticism, which were collected into volumes Literature and Dogma, Essays in Criticism, and Culture and Anarchy. Even though he became famous initially as a poet, his lasting contributions fall in the area of literary criticism. He is often termed as the first serious critic after Aristotle. He laid down general rules and principles of literary criticism. Matthew Arnold is generally called the first modern critic of the Western world. It was he who made use of the methods of comparative analysis and sociological criticism in critical creed. He attached great value to the art of criticism. He believed that critic has a duty to the society. Okay, listen. Now let's explain. Matthew Arnold 1822 ജനിച്ചത്. 1888 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അർണോൾഡ് വാസ് ബോൺ ഇൻ മിഡിൽസെക്സ് ആസ് സൺ ഓഫ് തോമസ് അർണോൾഡ്, ദ റിനൗണ്ട് ഹെഡ് മാസ്റ്റർ ഓഫ് റുഗ്ബി ചപ്പൽ. റുഗ്ബി ചപ്പൽ എന്ന് പറഞ്ഞ സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്കൂളിൻ്റെ പേരായിരുന്നു റുഗ്ബി ചപ്പൽ. ആ സ്കൂളിലെ ഹെഡ് മാഷായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ തോമസ് അർണോൾഡ്. അദ്ദേഹത്തിൻ്റെ മകനാണ് മാത്യു അർണോൾഡ്. ഹി ജോയിൻഡ് റുഗ്ബി ആസ് എ ടീച്ചർ ഓഫ് ക്ലാസിക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഡിഗ്രി അറ്റ് ഓക്സ്ഫോർഡ്. അപ്പോൾ അച്ഛന് സ്കൂളുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഓക്സ്ഫോർഡിൽ നിന്ന് വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റുഗ്ബി സ്കൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്തു ടീച്ചറായിട്ട്. ആഫ്റ്റർ ഹിസ് മാരേജ് ഇൻ 1851, Arnold began working as an inspector of schools, which gave him an opportunity to travel throughout England as well as an interest in education, which later stood in good stead for his literary endeavors. അപ്പോൾ അദ്ദേഹം സ്കൂളുകളുടെയൊക്കെ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തു. പല സ്കൂളുകളും വിസിറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഇൻസ്പെക്ടറായി വർക്ക് ചെയ്തു. അദ്ദേഹത്തിന് വളരെയധികം അവസരങ്ങൾ ഉണ്ടാക്കി. ടു ട്രാവൽ ത്രൂ ഔട്ട് ഇംഗ്ലണ്ട് മൊത്തം കറങ്ങാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടി. പിന്നെ അദ്ദേഹത്തിന് എഡ്യൂക്കേഷനിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ എല്ലാ ഓപ്പർച്യൂണിറ്റികളും ലേറ്റർ സ്റ്റുഡ്, അത് അദ്ദേഹത്തിന് വളരെ ഒരു മുതൽക്കൂട്ടായി മാറി. കാരണം അത് ആ ഒരു യാത്രകൾ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹത്തിൻ്റെ സാഹിത്യ പരാമർശങ്ങൾക്ക് വളരെയധികം സ്വാധീനിച്ചു. ഈ യാത്രകളും ഈ എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റും. പിന്നെ എംപീഡോക്ലിസ് ഓൺ എത്ന ആൻഡ് പോയംസ്, ഈ രണ്ട് വർക്കുകളും അദ്ദേഹത്തിന് പോയറ്റ് എന്നുള്ള രീതിയിൽ വളരെയധികം റെപ്യൂട്ടേഷൻ നൽകി. ഹി വാസ് മെയ്ഡ് പ്രൊഫസർ ഓഫ് പോയട്രി അറ്റ് ഓക്സ്ഫോർഡ് ഫ്രം 1857 ടു 1867. അദ്ദേഹം പോയട്രിയുടെ പ്രൊഫസറായിരുന്നു 1857 മുതൽ 1867 വരെ. ഇറ്റ് വാസ് ഡ്യൂറിങ് ദിസ് ടൈം അർണോൾഡ് റോട്ട് ഹിസ് മോസ്റ്റ് ഓഫ് ഹിസ് എസ്സേസ് ഓഫ് ലിറ്റററി ക്രിറ്റിസം. അദ്ദേഹം പോയറ്റ് ആണെന്നതിലുപരി ഒരു നല്ല ക്രിറ്റിക്കായിരുന്നു. ക്രിറ്റിക് എന്ന പേരിൽ വളരെയധികം അറിയപ്പെടുന്ന ആളായിരുന്നു അർണോൾഡ്. അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്കൽ വർക്കുകളാണ് ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ, എസ്സേസ് ഇൻ ക്രിറ്റിസിസം ആൻഡ് കൾച്ചർ ആൻഡ് അനാർക്കി. ഈ ഒരു ക്രിറ്റിസിസത്തിൽ, ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് വർക്കുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിറ്റിസിസം റിച്ചാർഡിൻ്റെ വർക്കാണ് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതേപോലെ തന്നെ പ്രിഫേസ് ടു ലിറിക്കൽ ബലാഡ്സ്, വേർഡ്സ്വർത്തും കോൾറിഡ്ജും കൂടെ എഴുതിയതാണെന്ന് അറിയണം. അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് അനാർക്കി ഫേമസ് ആയിട്ടുള്ള എസ്സേ ആണ് ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ, എസ്സേസ് ഇൻ ക്രിറ്റിസിസം. ഈ വർക്കുകളൊക്കെ മാത്യു അർണോൾഡിൻ്റെ അതാണ് എന്നുള്ളത് വളരെ
അധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെ. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. ഈവൻ ദോ ഹി ബിക്കെയിം ഫേമസ് ഇനീഷ്യലി ആസ് എ പോയറ്റ്, അദ്ദേഹം തുടക്കത്തിൽ തന്നെ പോയറ്റ് എന്നുള്ള രീതിയിൽ ഫേമസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻസ് ഫോൾ ഇൻ ദ ഏരിയ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. അവസാനം അയാൾ ഒരു ക്രിറ്റിസിസത്തിൽ വളരെയധികം പോപ്പുലാരിറ്റി നേടി. ഈസ് ഓഫൺ ടേംഡ് ആസ് ദ ഫസ്റ്റ് സീരിയസ് ക്രിറ്റിക് ആഫ്റ്റർ അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തെ പലപ്പോഴും അറിയപ്പെടുന്നുണ്ടായിരുന്നു അരിസ്റ്റോട്ടിലിന് ശേഷമുള്ള ഏറ്റവും നല്ല സീരിയസ് ആയിട്ടുള്ള പോയറ്റ് എന്ന് നമ്മൾ മാത്യു അർണൾഡിനെ അറിയപ്പെടാറുണ്ടായിരുന്നു. ഹി ലെയ്ഡ് ഡൗൺ ജനറൽ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. അദ്ദേഹം ജനറലായിട്ട് കുറച്ച് റൂൾസും പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ മുന്നോട്ട് വെച്ചു. ലെയ്ഡ് ഡൗൺ നിരത്തി വെച്ചു, അല്ലെ മുന്നോട്ട് വെച്ചു. മാത്യു അർണൾഡ് ഈസ് ജനറലി കോൾഡ് ദ ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് ഓഫ് ദി വെസ്റ്റേൺ വേൾഡ്. മാത്യു അർണൾഡിനെ ജനറലായിട്ട് അറിയപ്പെടുന്നത് ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് ഓഫ് ദി വെസ്റ്റേൺ വേൾഡ്, വെസ്റ്റേൺ വേൾഡിലെ ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടാനുള്ള കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മാത്യു അർണൾഡ് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു പോയറ്റായിരുന്നു. 20th സെഞ്ച്വറിയിൽ വിക്ടോറിയൻ ഇറയിൽ. വിക്ടോറിയൻ ഇറേൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നു അല്ലേ. ഇൻഡസ്ട്രി കാര്യങ്ങൾ എന്താണ്, മെഷീനറീസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. വിക്ടോറിയൻ രാജ്ഞി വന്നു. റൊമാൻറ്റിസം കഴിഞ്ഞിട്ട് വിക്ടോറിയൻ ഏജ് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20th സെഞ്ച്വറിൻ്റെ തുടക്കമായിട്ട് 19th സെഞ്ച്വറി ാണ് വിക്ടോറിയൻ കാലഘട്ടം. അപ്പോൾ ആ ഒരു വിക്ടോറിയൻ കാലഘട്ടം വന്നതിന് ശേഷം ഇൻഡസ്ട്രിയൽ റവല്യൂഷനും മെറ്റീരിയൽ വേൾഡൊക്കെ ആവാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് നമ്മുടെ അർണോൾഡിൻ്റെ വരവ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് എന്നറിയപ്പെടുന്നുണ്ട്. മാത്യു അർണൾഡ് ഈസ് ജനറലി കാൾഡ് ദ ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് ഓഫ് ദി വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ വേൾഡിലെ ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് എന്ന് അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. കാരണം ആ വിക്ടോറിയൻ ഏജ് അങ്ങോട്ട് കഴിഞ്ഞ് ആ ഒരു സമയത്താണ്. വിക്ടോറിയൻ ഏജ് അങ്ങോട്ട് കഴിയുമ്പോൾ, സോറി കേട്ടോ നേരത്തെ പറഞ്ഞതല്ല, വിക്ടോറിയൻ ഏജ് കഴിഞ്ഞ് മോഡേൺ ഏജ് തുടങ്ങണ ആ ഒരു സമയം അല്ലേ, ആ സമയത്തും കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മോഡേൺ ക്രിറ്റിക് എന്നറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഹി ഹൂ മെയ്ഡ് യൂസ് ഓഫ് ദി മെത്തേഡ്സ് ഓഫ് കമ്പാരിറ്റീവ് അനാലിസിസ് ആൻഡ് സോഷ്യോളജി ക്രിറ്റിക് ഇൻ ദിസ് പീരീഡ്. അദ്ദേഹം കമ്പാരിറ്റീവ് അനാലിസിസും സോഷ്യോളജിക്കൽ ക്രിറ്റിക്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഹി അറ്റാച്ച്ഡ് ഗ്രേറ്റ് വാല്യൂ ടു ദി ആർട്ട് ഓഫ് ക്രിറ്റിസിസം. അദ്ദേഹം ആർട്ട് ഓഫ് ക്രിറ്റിസിസത്തിന് നല്ലൊരു വാല്യൂ തന്നെ കൊടുക്കുന്നുണ്ട്. ഹി ബിലീവ്ഡ് ദാറ്റ് ക്രിറ്റിക് ആസ് എ ഡ്യൂട്ടി ടു ദ സൊസൈറ്റി. അദ്ദേഹം വിശ്വസിക്കുന്നു ക്രിറ്റിക്കിന് സൊസൈറ്റിയുമായിട്ടൊരു കടപ്പാട് തന്നെ ഉണ്ട്, ക്രിറ്റിക്കിനൊരു ഡ്യൂട്ടി തന്നെ ഉണ്ട് സൊസൈറ്റിയിൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ മാത്യു അർണൾഡ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പഠിക്കാനുള്ളത് ഒന്നുമില്ല. റുഗ്ബി ചപ്പൽ എന്ന് പറഞ്ഞാൽ റുഗ്ബി ചപ്പൽ എന്നും പറയാറുണ്ട് കേട്ടോ. റുഗ്ബി ചപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തോമസ് അർണൾഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്കൂളാണത്. അവിടെ നമ്മുടെ മാത്യു അർണൾഡും വർക്ക് ചെയ്തു. പിന്നെ ലിറ്റററി വർക്കാണ് ഓർത്ത് വെക്കേണ്ടത്. കൾച്ചർ ആൻഡ് അനാർക്കി, ലിറ്ററേച്ചർ ആൻഡ് ഓർമ്മ, എസ്സേസ് ഇൻ ക്രിറ്റിസിസം, ഈ 3 വർക്ക് ഓർത്ത് വെക്കുക. പിന്നെ ഫസ്റ്റ് സീരിയസ് ക്രിറ്റിക് ആഫ്റ്റർ അരിസ്റ്റോട്ടിൽ എന്നറിയപ്പെടാറുണ്ട്. പിന്നെ എന്താണ് ഫസ്റ്റ് മോഡേൺ ക്രിറ്റിക് എന്നും നമ്മുടെ മാത്യു അർണോൾഡിനെ അറിയപ്പെടുന്നു. ക്ലാസിസിസം. Matthew Arnold was highly dissatisfied with the poetry of this time as well as that of the romantic age. അദ്ദേഹത്തിൻ്റെ ടൈമിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു റൊമാൻറ്റിക് ഏജിലുള്ള പോയട്രിനോടൊക്കെ അദ്ദേഹത്തിന് ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അദ്ദേഹം വലിയ താല്പര്യമല്ലായിരുന്നു. കണ്ടംപററി പോയട്രി എങ്ങനെ ആവരുത്, നോ ക്രിറ്റിസിസം ഓഫ് ലൈഫിൻ്റെ വിമർശനം ആവരുത് കണ്ടംപററി പോയട്രി എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. വിച്ച് ഹി തോട്ട് വാസ് ദി ഫങ്ഷൻ ഓഫ് പോയട്രി. അത് ഫങ്ഷൻ ഓഫ് പോയട്രി ആവണം. പോയട്രിയുടെ ഫങ്ഷൻ ഒരു ബെസ്റ്റായിട്ടുള്ള ഒരാളുണ്ടാക്കുക, അല്ലെങ്കിൽ ബെസ്റ്റായിട്ടുള്ളൊരു പോയട്രിക്കാണ് ഹ്യൂമാനിറ്റിയിൽ സ്ഥാനമുള്ളൂ എന്നൊക്കെയുള്ള സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്തായാലും ഒരിക്കലും ലൈഫിൻ്റെ ക്രിറ്റിസിസം ആവരുത്, ഫങ്ഷൻ ഓഫ് പോയട്രി ആവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിസ് കോൺസെപ്റ്റ് ഓഫ് നേച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് പോയട്രി ഹാവ് വെരി ക്ലോസ് അഫിനിറ്റി വിത്ത് ആൻഡ് ഡീപ്പ് മൂവിങ്സ് ഓൺ ക്ലാസിക്കൽ ഫിലോസഫി ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഹി ഫേർമലി ബിലീവ്ഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി shall find its consolation and refuge in poetry, as all other means would fail. So what humanity needs is the best poetry. Arnold says that the true and right meaning of the words classic and classical is the class of very best poetry. To discover that poetry, critic and readers should have a clearer and deeper sense of the best in poetry and of the strength and joy to be drawn from it. The best poetry cannot be discovered by the flawed historical or
personal estimate of the critic. To discover what poetry belongs to the class of the truly excellent and can do us most good, we will have to apply the touchstone method of comparing the poetry in front of us to a few lines of the great masters of antiquity. A poet is a real classic if his or her work belongs to the class of the very best. He does not envisage a mere reproduction or repetition of the classical antiquity. By this touchstone method is a talisman of Arnold's high classicism. Arnold firmly believed that the end of criticism was to enable the reader to feel and enjoy the truly classic in poetry. മാത്യു അർണൾഡ് വാസ് എ ഹൈലി ഡിസാറ്റിസ്ഫൈഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റൊമാൻറ്റിക് ഏജിലുള്ള പോയമായിട്ടോ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പോയട്രി ആയിട്ടോ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. കണ്ടംപററി പോയട്രി ഒരിക്കലും ലൈഫിനെ ക്രിറ്റിസൈസ് ചെയ്യലാവരുത്, ഇതൊരു ഫംഗ്ഷൻ ഓഫ് പോയട്രി ആവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഹിസ് കോൺസെപ്റ്റ് ഓഫ് ദി നേച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് പോയട്രി ഹാവ് വെരി ക്ലോസ് അഫിനിറ്റി വിത്ത് ഡീപ്പ് മോറിങ്സ് ഓൺ ദ ക്ലാസിക്കൽ ഫിലോസഫി ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ നേച്ചറിൻ്റെ കൺസെപ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷൻ ഓഫ് പോയട്രിനോടുള്ള കൺസെപ്റ്റ് ഒക്കെ എന്താണ്, വളരെയധികം അഫിനിറ്റി റിലേഷൻ ഉണ്ട്. ഡീപ്പ് മൂറിങ്സ് മീൻസ് ടൈപ്പ് എന്തുമായിട്ട്, ക്ലാസിക്കൽ ഫിലോസഫി ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നേച്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് പോയട്രി ഈസ് വെരി ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ ക്ലാസിക്കൽ ഫിലോസഫി ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഒരു പോയിൻ്റ് ഓർത്ത് വെക്കട്ടോ, നേച്ചറിനും ഫംഗ്ഷൻ ഓഫ് പോയട്രിക്കും നല്ലൊരു റിലേഷൻ ഉണ്ട്. എന്തുമായിട്ട്, ഫിലോസഫി ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ആ ഒരു പോയിന്റ്. പിന്നെ ഈ ഫേമിലി ബിലീവ്ഡ് ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി ഷാൾ ഫൈൻഡ് ഇറ്റ്സ് കൺസൊലേഷൻ ആൻഡ് റെഫ്യൂജി ഇൻ പോയട്രി ആസ് വെൽ ആസ് അതർ മീൻസ് വുഡ് ഫെയിൽ. വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അദ്ദേഹം ഫേമിലി വിശ്വസിക്കുന്നു, വളരെ ഉറച്ച് വിശ്വസിക്കുന്നു ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമാനിറ്റിൻ്റെ പവർ, ഹ്യൂമാനിറ്റിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഷാൾ ഫൈൻഡ് ഇറ്റ്സ് കൺസൊലേഷൻ, സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ്, റെഫ്യൂജി കണ്ടെത്തുക എന്നുള്ളതാണ് പോയട്രിയിൽ. ആൻഡ് അതർ മീൻസ് വുഡ് ഫെയിൽ, ബാക്കി എല്ലാ മാധ്യമങ്ങളും ഫെയിലാണ്. പോയട്രിക്ക് മാത്രമേ കൺസൊലേഷൻ കണ്ടെത്താൻ സാധിക്കുള്ളൂ, പോയട്രിക്ക് മാത്രമേ റെഫ്യൂജി കണ്ടെത്താൻ സാധിക്കുള്ളൂ, പോയട്രിയിലൂടെ മാത്രമേ കൺസൊലേഷനും റെഫ്യൂജിയും കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പോയട്രി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കാണ് സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമാനിറ്റിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ പോയട്രിയിലൂടെ സമാധാനവും രക്ഷയും റെഫ്യൂജി എസ്കേപ്പൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ പോയട്രി ആൻഡ് ആൾ അതർ മീൻസ് വുഡ് ഫെയിൽ, വേറെ എല്ലാ മാധ്യമങ്ങളും, പോയട്രി അല്ലാത്ത വേറെ എല്ലാ സംഭവങ്ങളും ഫെയിലാണ് എന്നാണ് പറയുന്നത്. സോ വാട്ട് ഹ്യൂമാനിറ്റി നീഡ്സ് ഈസ് ദ ബെസ്റ്റ് പോയട്രി. അപ്പോൾ ഹ്യൂമാനിറ്റിക്ക് പോയട്രി നിർബന്ധമാണ്, കാരണം പോയട്രി ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമാനിറ്റിക്ക് ബെസ്റ്റ് പോയട്രി നീഡാണ്, ആവശ്യമാണ്. അർണോൾഡ് സേയ്സ് ദാറ്റ് ട്രൂ ആൻഡ് ദ റൈറ്റ് മീനിങ് ഓഫ് ദി വേർഡ്സ് ക്ലാസിക് ആൻഡ് ക്ലാസിക്കൽ ഈസ് ദ ക്ലാസ് ഓഫ് ദി വെരി ബെസ്റ്റ് പോയട്രി. അതുകൊണ്ട് ക്ലാസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്നുള്ളത് കൊണ്ട് അർണോൾഡ് അർത്ഥമാക്കുന്നത് എന്താണ്, ട്രൂ ആൻഡ് റൈറ്റ് മീനിങ് ഓഫ് ദി വേർഡ്. ഈ ഒരു ക്ലാസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്നുള്ളതിൻ്റെ റൈറ്റ് മീനിങ് എന്താണ്, വെരി ബെസ്റ്റ് പോയട്രി എന്നുള്ള മീനിങ്ങിലാണ് അദ്ദേഹം ക്ലാസിക് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടു ഡിസ്കവർ, അപ്പോൾ നല്ലൊരു ബെസ്റ്റ് പോയട്രി ഉള്ള ആളെ ക്ലാസിക് ആവുള്ളൂ. ടു ഡിസ്കവർ ദാറ്റ് poetry critic and readers should have a clearer and deeper sense of the best poetry and the strength of joy to be drawn from it. അപ്പോൾ അദ്ദേഹം ടു ഡിസ്കവർ ദാറ്റ് അദ്ദേഹം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, പോയട്രി ക്രിറ്റിക്കും റീഡേഴ്സിനും എന്തുണ്ട്, ക്ലിയറർ ആൻഡ് ഡീപ്പർ സെൻസ് ഉണ്ട്. ബെസ്റ്റ് പോയട്രി കണ്ടെത്താനുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ളൊരു സെൻസ് പോയട്രി ക്രിറ്റിക്കിനുണ്ട്. അതിലൂടെ അവരെന്ത് ചെയ്യും, ജോയ് ഉണ്ടാക്കും, സ്ട്രെങ്ത്തും പവറും ജോയും സന്തോഷവും അവർ ഡ്രോൺ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ബെസ്റ്റ് പോയട്രി കനോട്ട് ബി ഡിസ്കവേർഡ് ബൈ ദ ഫ്ലോഡ് ഹിസ്റ്റോറിക്കൽ ഓർ പേഴ്സണൽ എസ്റ്റിമേറ്റ് ഓഫ് ദ ക്രിറ്റിക്സ്. ഒരിക്കലും ബെസ്റ്റ് പോയട്രി കണ്ടെത്തുന്നത് ഹിസ്റ്ററി ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്, ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഹിസ്റ്ററിയിൽ കുറിച്ച് വെക്കപ്പെടും. ഇപ്പോൾ കൊറോണൻ്റെ കാലഘട്ടം അല്ലേ, അതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയിൽ കുറിച്ച് എഴുതപ്പെടുന്ന സംഭവങ്ങളാണ്, അതൊരു ഫ്ലോഡാണ്. അങ്ങനെയുള്ളതിൽ നിന്നല്ല ഒരു ബെസ്റ്റ് പോയട്രി ഉണ്ടാവേണ്ടത്. The best poetry cannot be discovered by the flawed historical or personal estimates of the critics. അല്ലാതെ ഒരു ക്രിറ്റിക്കിൻ്റെ പേഴ്സണൽ എസ്റ്റിമേറ്റിലൂടെയും അല്ല ഒരു ബെസ്റ്റ് പോയട്രി ഉണ്ടാവേണ്ടത്.
അപ്പോൾ ഒരു നല്ല പോയട്രി ഉണ്ടാവേണ്ടത്, ഒരു ബെസ്റ്റ് പോയട്രി ഉണ്ടാവേണ്ടത് ഫ്ലോഡ് ഹിസ്റ്ററിയിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നല്ല, പേഴ്സണൽ എസ്റ്റിമേറ്റ്സ് ഓഫ് ദി ക്രിറ്റിക്. ഒരു പേഴ്സണൽ അവലോകനത്തിൽ നിന്ന്, ഒരു ക്രിറ്റിക്കിൻ്റെ പേഴ്സണൽ അവലോകനത്തിൽ നിന്നും അല്ല ഒരു ബെസ്റ്റ് പോയട്രി ഉണ്ടാവേണ്ടത്. പിന്നെ എങ്ങനെയാണ്? ടു ഡിസ്കവർ ദാറ്റ് പോയട്രി ക്രിറ്റിക്സ് the best poetry cannot be discovered by the flawed historical or personal estimate of the critic. To discover what poetry belongs to the class of truly excellent and can do us most good. അപ്പോൾ നമ്മൾ കണ്ടെത്തണം ഒരു പോയട്രി നല്ലൊരു ക്ലാസ്സിൽ നിന്നാണോ, ഹൈ ക്ലാസ്സിൽ നിന്നാണോ വരുന്നത്, അത് എക്സലൻ്റ് ആണോ, അത് ഏറ്റവും ഗുഡാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. അതിലേക്കാണ് അർണൾഡ് പറഞ്ഞു വരുന്നത് കേട്ടോ. ടു ഡിസ്കവർ what poetry belongs to the class of truly excellent and can do the most good. ഗുഡ് ആണോ, നല്ല ക്ലാസ്സിൽ നിന്നാണോ, എക്സലൻ്റ് പോയമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് we will have to apply the touchstone method of comparing the poetry in front of us to a few lines of the great masters of antiquity. ഇത് പറഞ്ഞു വരാനാണ് ഇത്രയും പറഞ്ഞത്. കാരണം നമ്മുടെ മാത്യു അർണൾഡ് ഒരു ബെസ്റ്റ് മെത്തേഡ് വെച്ചിട്ടുണ്ട് ഒരു നല്ല പോയറ്റിനെ തിരഞ്ഞെടുക്കാൻ, സിഫ്റ്റ് ചെയ്ത് അരിച്ചെടുക്കാൻ, ഏത് പോയട്രിയാണ് നല്ലതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്യു അർണൾഡ് മുന്നോട്ട് വെച്ച ഒരു മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആരെ ഓർമ്മ വേണം? മാത്യു അർണൾഡിനെ ഓർമ്മ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്കവർ വാട്ട് പോയട്രി ബിലോങ്സ് ടു ദി ക്ലാസ് ഓഫ് ദി ട്രൂലി എക്സലൻറ്റ് ആൻഡ് ക്യാൻ ഡു ദ മോസ്റ്റ് ഗുഡ്. ഏറ്റവും നല്ല ഗുഡ് പോയട്രി ഏതാണ്, എക്സലൻ്റ് ഏതാണ്, ഏത് ക്ലാസ്സിൽ നിന്നാണ് ഇത് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? ടച്ച് സ്റ്റോൺ മെത്തേഡ്. അപ്പോൾ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്താണ്? ഒരു നല്ല പോയട്രി എക്സലൻ്റ് ആണോ ഗുഡാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അക്കോർഡിംഗ് ടു മാത്യു അർണൾഡിൻ്റെ ഒരു മെത്തേഡാണ് എന്ത്? ടച്ച് സ്റ്റോൺ മെത്തേഡ്. വെരി ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഇതൊക്കെ ഇതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ. ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് മെത്തേഡ് ഓഫ് കമ്പയറിങ് പോയട്രി ഇൻ ഫ്രണ്ട് ഓഫ്, ഇത് അദ്ദേഹം പോയട്രി കമ്പയർ ചെയ്യുന്ന ഒരു ഫ്യൂ ലൈൻസ് ഓഫ് ദി ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് ആൻറ്റിക്വിറ്റി. പുരാതന കാലത്തെ ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ കുറച്ച് ഫ്യൂ ലൈൻസ് എടുത്തിട്ട് നമ്മളെ മുന്നിൽ അദ്ദേഹം ഇത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു പോയട്രിൻ്റെ പ്യൂരിറ്റി തെളിയിച്ച് നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ടച്ച് സ്റ്റോൺ മെത്തേഡ് വേറെ തന്നെ പഠിക്കാനുണ്ട്. ആൻറ്റിക്വിറ്റി പറഞ്ഞാൽ പുരാതന കേട്ടോ. എ പോയറ്റ് ഈസ് എ റിയൽ ക്ലാസിക്. ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ക്വസ്റ്റ്യൻ വരും. എ പോയറ്റ് ഈസ് എ റിയൽ ക്ലാസിക് ഇഫ് ഹിസ് ഓർ ഹെർ വർക്ക് ബിലോങ് ടു ദി ക്ലാസ് ഓഫ് വെരി ബെസ്റ്റ്. ഒരു പോയറ്റ് റിയൽ ക്ലാസിക് ആവുക എപ്പോഴാണ് എന്നാണ്. എ പോയറ്റ് ഈസ് എ റിയൽ ക്ലാസിക്, ഹെർ വർക്ക് ബിലോങ് ടു ദ വെരി ക്ലാസ് ഓഫ് ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമ്മളെന്താണ്, ഈസ് നോട്ട് എ പോയറ്റ് ഈസ് എ റിയൽ ക്ലാസിക് ഇഫ് ഹിസ് ഓർ ഹർ വർക്ക് ബിലോങ് ടു ദി ക്ലാസ് ഓഫ് വെരി ബെസ്റ്റ്. ഒരു പോയറ്റ് റിയൽ ക്ലാസിക് അല്ലെങ്കിൽ അവന് ഒരു പോയറ്റ് അല്ലെങ്കിൽ ഒരു പോയറ്റ്, ഒരു പെണ്ണ് പോയറ്റാലും ഒരു ആണ് പോയറ്റാലും റിയൽ ക്ലാസിക് ആവുക എപ്പോഴാണ്? ബെസ്റ്റ് ക്ലാസ്സിൽ നിന്ന് വരുമ്പോൾ മാത്രമാണ്. ബിലോങ് ടു ദ ക്ലാസ് ഓഫ് ദി വെരി ബെസ്റ്റ്. അവരുടെ പോയട്രി നല്ലൊരു ബെസ്റ്റ് ക്ലാസ്സിൽ നിന്നാവണം. എക്സലൻറ്റ് പോയട്രി ആൽ മാത്രമേ ഒരു പോയറ്റ് റിയൽ ക്ലാസിക് ആവുള്ളൂ. അത് ഓരോരുത്തർ കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. പുരാതന കാലത്തെ പോയറ്റുകളോട് കമ്പയർ ചെയ്തിട്ട് അദ്ദേഹം അതിനുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ലൈന് നോട്ട് ചെയ്ത് വെക്കുക. പോയറ്റ് ഈസ് എ റിയൽ ക്ലാസിക് ഈഫ് ഹെർ വർക്ക് ബിലോങ്സ് ടു ദി ബെസ്റ്റ് ക്ലാസ് ഓഫ് ദി വെരി ബെസ്റ്റ്. നല്ല ക്ലാസ്സിൽ നിന്നാണെങ്കിൽ മാത്രമേ ഒരു പോയറ്റ് റിയൽ ക്ലാസിക് ആവുള്ളൂ. ഹി ഡസ് നോട്ട് എൻവിസേജ് എ മിയർ റിപ്രൊഡക്ഷൻ ഓർ റെപ്പിറ്റേഷൻ ഓഫ് ദി ക്ലാസിക്കൽ ആൻറ്റിക്വിറ്റി ബൈ ദിസ്. അദ്ദേഹം ഒരിക്കലും എൻവിസേജ് ചെയ്യുന്നില്ല റീപ്രൊഡ്യൂസ് ചെയ്യാൻ, എഴുതിയ ലൈനിനെ വീണ്ടും എഴുതാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ക്ലാസിക്കൽ ആൻറ്റിക്വിറ്റി ബൈ ദിസ്. ഒരിക്കലും അദ്ദേഹം ക്ലാസിക്കൽ ആൻറ്റിക്വിറ്റിയിലുള്ള റീപ്രൊഡക്ഷനോ റിപ്പീറ്റേഷനോ അയാൾ എൻവിസേജ് ചെയ്യുന്നില്ല. ടച്ച് സ്റ്റോൺ മെത്തേഡ് ഈസ് ദ ടാലിസ്മാൻ ഓഫ് ദി അർണോൾഡ്സ് ഹൈ ക്ലാസിസിസം. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു അർണോൾഡിൻ്റെ മാജിക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടബിൾ ടേമാണ്. മെത്തേഡ് ഈസ് എ ടാലിസ്മാൻ ഓഫ് അർണോൾഡ്സ് ഹൈ ക്ലാസിസിസം. അദ്ദേഹത്തിൻ്റെ ഹൈ ക്ലാസിസിസത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ ഒരു ടച്ച് സ്റ്റോൺ മെത്തേഡ്. അർണോൾഡ് ഫേർമലി ബിലീവ്ഡ് ദാറ്റ് ദ എൻഡ് ഓഫ് ക്രിറ്റിസിസം വാസ് ടു എനേബിൾ ദ റീഡർ. അരിസ്റ്റോട്ടിൽ ഫേമായിട്ട് അഷ്വർ ചെയ്ത് വിശ്വസിക്കുന്നുണ്ട് ക്രിറ്റിസിസത്തിൻ്റെ ഒരു ക്രിറ്റിസിസത്തിലൂടെ മാത്രമേ റീഡറിനെ എനേബിൾ ആക്കാൻ സാധിക്കുള്ളൂ, ഒരു റീഡറിനെ എനേബിൾ ആവുള്ളൂ ഫീൽ ആൻഡ് എൻജോയ് ദ ട്രൂലി ക്ലാസിക് ഇൻ പോയട്രി. ഒരു നല്ലൊരു ഫീലിങ്ങും നല്ലൊരു എൻജോയ്മെൻറ്റും ദ ട്രൂലി ക്ലാസിക് ഇൻ പോയട്രി, നല്ലൊരു ക്ലാസിക്കൽ ഫീലും എൻജോയ്മെൻറ്റും ഒക്കെ
ഒരു പോയട്രിയിൽ കിട്ടണമെങ്കിൽ ക്രിറ്റിസിസത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ, എൻഡ് ഓഫ് ക്രിറ്റിസിസത്തിലൂടെ മാത്രമേ ഒരാൾക്ക് സാധിക്കുള്ളൂ എന്നാണ് അർണോൾഡ് ഉറപ്പിച്ച് പറയുന്നത്.